ഇന്ന് നമുക്ക് മലയാളം സ്ത്രീലിംഗം പുല്ലിംഗം കുറച്ച് വാക്കുകൾ സ്ത്രീലിംഗവും അവയുടെ പുല്ലിംഗവും പഠിക്കാം. PSC റിപ്പീറ്റ് വന്നിട്ടുള്ള ചില വാക്കുകളൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇനി പിന്നെ കുറച്ച് വാക്കുകൾ നമുക്ക് പഠിച്ചു പോകാം. PSC മുൻപ് ചോദിച്ചിട്ടുള്ള വാക്കുകളുണ്ട്, ഇനി വരാൻ സാധ്യതയുള്ളതുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും നന്നായിട്ട് ഒന്ന് പഠിച്ചു പോവുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വോയിസിൻ്റെ ക്ലാരിറ്റിയുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്ത്രീലിംഗം പുല്ലിംഗം. നാമം സ്ത്രീയോ പുരുഷനോ നപുംസകമോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. പുരുഷനെ കുറിക്കുന്ന നാമപദമാണ് പുല്ലിംഗം. സ്ത്രീയെക്കുറിച്ച് കുറിക്കുന്ന നാമപദമാണ് സ്ത്രീലിംഗം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്തതാണ് നപുംസകലിംഗം. ഉദാഹരണം നദി, മല, വൃക്ഷം. നദി, മല, വൃക്ഷം എന്നിവ നപുംസകലിംഗമാണ്. അതായത് സ്ത്രീയോ പുരുഷനോ എന്ന് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, സ്ത്രീയെ കാണിക്കുന്നത് സ്ത്രീലിംഗവും പുരുഷനെ കുറിക്കുന്നത് പുല്ലിംഗമാണ്. രണ്ടുപേർക്കും വ്യത്യാസമില്ലാത്ത, സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാത്തതാണ് നപുംസകലിംഗം. അതിൻ്റെ ഉദാഹരണം നദി, മല, വൃക്ഷം. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം. സാമാന്യ ലിംഗത്തിന് അലിംഗം, ഉഭയലിംഗം എന്നീ പേരുകളുമുണ്ട്. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യലിംഗം. അപ്പം സാമാന്യലിംഗത്തിന് ഉഭയലിംഗം, അലിംഗം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. പുല്ലിംഗം ആൺകുട്ടി, സ്ത്രീലിംഗം പെൺകുട്ടി. സാമാന്യലിംഗത്തിലാണെങ്കിൽ മനുഷ്യർ എന്ന് പറയും. മനുഷ്യർ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ഉണ്ടാവും. പുല്ലിംഗം കാള, സ്ത്രീലിംഗം പശു. സാമാന്യലിംഗത്തിൽ മൃഗങ്ങൾ. അതേപോലെ പുല്ലിംഗം വിദ്യാർത്ഥി, സ്ത്രീലിംഗം വിദ്യാർത്ഥിനി. സാമാന്യലിംഗത്തിൽ വിദ്യാർത്ഥികൾ എന്ന് പറയും. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളും ഉണ്ടാവും, പെൺകുട്ടികളും ഉണ്ടാവും. അതുപോലെ അധ്യാപകൻ, അധ്യാപിക. സാമാന്യലിംഗത്തിൽ അധ്യാപകർ. അതുപോലെ അവൻ, അവൾ. സാമാന്യലിംഗത്തിലാണെങ്കിൽ അവർ എന്ന് പറയും. സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ, ആൻ എന്നും സ്ത്രീലിംഗത്തിന് ഇ എന്നും ലിംഗപ്രത്യയങ്ങൾ ചേർക്കുന്നു. സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് ഇ എന്നും ലിംഗപ്രത്യയങ്ങൾ ചേർക്കുന്നു. ഉദാഹരണം മിടുക്കൻ, മിടുക്കി. മിടുക്കൻ എന്ന് പറയുമ്പോൾ മിടുക്ക് അൻ, മിടുക്കൻ. മിടുക്കി എന്ന് പറയുമ്പോൾ മിടുക്ക് ഇ, മിടുക്കി. കള്ളൻ, കള്ളി. തമ്പുരാൻ, തമ്പുരാട്ടി. സർവനാമങ്ങളിൽ പ്രത്യയം യഥാക്രമം അൻ, അൾ, തു എന്നിങ്ങനെയാണ്. സർവനാമങ്ങളിൽ അല്ലാത്തതാണെങ്കിൽ അൻ, ഇ എന്നിവ ചേർക്കുന്നു. സർവനാമങ്ങളിലാണെങ്കിൽ അൻ, അൾ, തു എന്നിങ്ങനെയാണ്. ഉദാഹരണം അവൻ, അവൾ, അത്. അവൻ, അവൾ, അത്. സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും കുറിക്കുന്ന പ്രത്യേക പദങ്ങൾ മലയാള ഭാഷയിൽ സ്വീകരിക്കാറുണ്ട്. സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും കുറിക്കുന്ന പ്രത്യേക പദങ്ങൾ മലയാള ഭാഷയിൽ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിപ്പോവാം. സ്ത്രീലിംഗവും പുല്ലിംഗവും ഏതൊക്കെയാണെന്ന് നോക്കിപ്പോവാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കൽ കൂടി പറയണേ. PSCകളിൽ മുമ്പ് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ ഇനി വരാൻ സാധ്യതയുള്ളതുമാണ്. ഓക്കെ. അച്ഛൻ, അതിൻ്റെ സ്ത്രീലിംഗം അമ്മ. നമ്പൂതിരി, അന്തർജനം. നമ്പ്യാർ, നങ്ങ്യാർ. മാടമ്പി, കെട്ടിലമ്മ. ഇത് ശ്രദ്ധിക്കുക. നമ്പൂതിരിൻ്റെ സ്ത്രീലിംഗമാണ് അന്തർജനം. മാടമ്പിയുടെ ആണെങ്കിൽ കെട്ടിലമ്മ. അത് രണ്ടും മാറിപ്പോയത്. നമ്പ്യാർ, നങ്ങ്യാർ. പൗരൻ, പുരന്ത്രി. പൗരൻ, പുരന്ത്രി. മനുഷ്യൻ, മനുഷ്യി. മനുഷ്യൻ, മനുഷ്യി. മനുഷ്യല്ല, മനുഷ്യയാണ്. ഓക്കെ. അഭിനേതാവ്, അഭിനേത്രി. അഭിനേതാവ്, അഭിനേത്രി.
ആരാധകൻ ആരാധിക ആരാധകൻ ആരാധിക. ഏകാഗി ഏകാകിനി ഏകാഗി ഏകാകിനി. കാന്തൻ കാന്ത കാന്തൻ കാന്ത. കവി കവയിത്രി കവി കവയിത്രി. ഇത് ഒരുപാട് തവണ മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കവി കവയിത്രി. പക്ഷെ ഇതിൽ കവയത്രി എന്ന് കൊടുക്കും. അപ്പോൾ അത് ഓപ്ഷനിൽ അതുണ്ടാവും, കവയത്രി എന്നുണ്ടാവും. ഈ യാക്ക് ഇതില്ലാതെ വള്ളിയില്ലാതെ യത്രി എന്നുണ്ടാവും. അത് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഓപ്ഷന് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ഓക്കെ. കവി കവയിത്രി കവയിത്രി മാറരുതേ. കർത്താവ് കർത്തൃ കർത്താവ് കർത്തൃ. കേമൻ കേമി. ഗുണവാൻ ഗുണവതി ഗുണവാൻ ഗുണവതി. ചക്രവർത്തി ചക്രവർത്തിനി ചക്രവർത്തി ചക്രവർത്തിനി. ജനിതാവ് ജനയിത്രി ജനിതാവ് ജനയിത്രി. തപസ്വി തപസ്വിനി തപസ്വി തപസ്വിനി. തമ്പുരാൻ തമ്പുരാട്ടി. അത് പിന്നെ കോമൺ ആണ്, നമുക്ക് മാറില്ല. തേജസ്വി തേജസ്വിനി തേജസ്വി തേജസ്വിനി. ദാതാവ് ധാത്രി ദാതാവ് ധാത്രി. ധനവാൻ ധനവതി ധനവാൻ ധനവതി. ദാതാവ് ധാത്രി ധനവാൻ ധനവതി. നായകൻ നായിക നായകൻ നായിക. നേതാവ് നേത്രി നേതാവ് നേത്രി. പതി പത്നി പതി പത്നി. പിതാമഹൻ പിതാമഹി പിതാമഹൻ പിതാമഹി. പൂജാരി പൂജാരിണി പൂജാരി പൂജാരിണി. പ്രസാദകൻ പ്രസാദിക പ്രസാദകൻ പ്രസാദിക. പ്രേയാൻ പ്രേയസ്വി പ്രേയാൻ പ്രേയസി. ബാലകൻ ബാലിക ബാലകൻ ബാലിക. ഭഗവാൻ ഭഗവതി ഭഗവാൻ ഭഗവതി. അനാഥൻ അനാഥ അനാഥൻ അനാഥ. ഭവാൻ ഭവതി ഭവാൻ ഭവതി. മഹാൻ മഹതി ഭവാൻ ഭവതി മഹാൻ മഹതി. മനസ്വി മനസ്വിനി യോഗി യോഗിനി. മനസ്വി മനസ്വിനി യോഗി യോഗിനി. രോഗി രോഗിണി രോഗി രോഗിണി. ലേഖകൻ ലേഖിക ലേഖകൻ ലേഖിക. വിതുരൻ വിധവ വിതുരൻ വിധവ. വിരഹി വിരഹിണി വിരഹി വിരഹിണി. സന്യാസി സന്യാസിനി സന്യാസി സന്യാസിനി. ദൂതൻ ദൂതി ദൂതൻ ദൂതി. രക്ഷകൻ രക്ഷിക രക്ഷകൻ രക്ഷിക. ബന്ദി ബന്ദിനി ബന്ദി ബന്ദിനി. യാത്രി യാത്രിണി യാത്രി യാത്രിണി. കാതികൻ കാതിക കാതികൻ കാതിക. വിദ്വാൻ വിദൂഷി വിദ്വാൻ വിദുഷി. ഗൃഹി ഗൃഹിണി ഗൃഹസ്ഥൻ. ഗൃഹി ഗൃഹിണി ഗൃഹി അല്ലെങ്കിൽ ഗൃഹിണി ഗൃഹസ്ഥൻ. പതകൻ പതകി. അപരാധി അപരാധിനി അപരാധി അപരാധിനി. മാതുലൻ മാതുലാനി മാതുലൻ മാതുലാനി. മോഷ്ടാവ് മോഷ്ടി മോഷ്ടാവ് മോഷ്ടി. ശിവൻ ശിവാനി ശിവൻ ശിവാനി. സ്വാമി സ്വാമിനി സ്വാമി സ്വാമിനി. വേടൻ വേടത്തി വേടൻ വേടത്തി. ഭാഗിനേയൻ ഭാഗിനേയ ഭാഗിനേയൻ ഭാഗിനേയ. പതികൻ പതിക പതികൻ പതിക. പ്രഭു പ്രൊബി പ്രഭു പ്രൊബി. ചാക്യാർ ഇല്ലോടമ്മ ചാക്യാർ ഇല്ലോടമ്മ. ഭ്രാതാവ് ശ്വാസാവ് ഭ്രാതാവ് ശ്വാസാവ്.
യോഗി യോഗിനി, വാര്യർ വാരസ്യാർ, വാര്യർ വാരസ്യാർ, ശ്വശൂരൻ ശ്വശ്രു, ശ്വശൂരൻ ശ്വശ്രു, ജാമാതാവ് സ്നുഷ, ജാമാതാവ് സ്നുഷ, വിദ്വാൻ വിദുഷി, സിംഹം സിംഹി, അങ്ങുന്ന് കൊച്ചമ്മ, അങ്ങുന്ന് കൊച്ചമ്മ, ഇന്ദ്രൻ ഇന്ദ്രാണി, ഇന്ദ്രൻ ഇന്ദ്രാണി, ദ്വിജൻ ദ്വിജ, ദ്വിജൻ ദ്വിജ, കമിതാവ് കമിത്രി, കമിതാവ് കമിത്രി, കമിതാവ് കമിത്രി, ഇടയൻ ഇടയത്തി, ഇടയൻ ഇടയത്തി, ഗണകൻ ഗണിക, ഗണകൻ ഗണിക, ദൗഹിത്രൻ ദൗഹിത്രി, ദൗഹിത്രൻ ദൗഹിത്രി, പൗത്രൻ പൗത്രി, ക്ഷത്രിയൻ ക്ഷത്രിയാണി, ക്ഷത്രിയൻ ക്ഷത്രിയാണി, തമ്പി തങ്കച്ചി, തമ്പി തങ്കച്ചി, പിഷാരടി ശാരസ്യാർ, പിഷാരടി ശാരസ്യാർ, കൊമ്പൻ പിടി, കൊമ്പൻ പിടി, പൂവൻ പിട, ഗായകൻ ഗായിക, വഞ്ചകൻ വഞ്ചകി, കിരാതൻ കിരാതി, കിരാതൻ കിരാതി, അധ്യാപകൻ അധ്യാപിക, അധ്യാപകൻ അധ്യാപിക, കൈമൾ കുഞ്ഞമ്മ, കൈമൾ കുഞ്ഞമ്മ, അഭിലാഷി അഭിലാഷിനി, അഭിലാഷി അഭിലാഷിനി, ഉള്ളാടൻ ഉള്ളാടത്തി, ജനയിതാവ് ജനയിത്രി, നിരപരാധി നിരപരാധിനി, സ്തോതാവ് സ്തോത്രി, സ്തോതാവ് സ്തോത്രി, രൂപവാൻ രൂപവതി, രോദനൻ രോദനി, രൂപവാൻ രൂപവതി, രോദനൻ രോദനി, സ്ത്രോതാവ് സ്ത്രോതി. അപ്പോൾ ഇത്രയും വാക്കുകളാണ് ഇതിൽ സ്ത്രീലിംഗം പുല്ലിംഗം ആയി വരുന്നത് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതുണ്ട്, വരാൻ സാധ്യതയുള്ളതുണ്ട്. നന്നായി പഠിച്ച് നന്നായ റിസൾട്ട്, പരീക്ഷ എഴുതി നന്നായ റിസൾട്ട് സ്വന്തമാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.